വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 30/11/2024 മുതൽ 6/11/2024 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ എന്താണ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ടോപ്പിക് എന്താണ്? ഗ്ലോബൽ എൻഗേജ്മെൻറ്റ് സ്കീമാണ് ആദ്യത്തെ ടോപ്പിക്. എന്താണ് പറയുന്നത്? ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഇംപ്ലിമെൻറ്റ്സ് ദ ഗ്ലോബൽ എൻഗേജ്മെൻറ്റ് സ്കീം ടു പ്രൊമോട്ട് ഇന്ത്യസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് അക്രോസ് ദ ഗ്ലോബ്. എബൌട്ട് ദ ഗ്ലോബൽ എൻഗേജ്മെൻറ്റ് സ്കീമാണ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കൾച്ചർ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്? ഗ്ലോബൽ എൻഗേജ്മെൻറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ റിച്ച് ഹെറിറ്റേജ് കൾച്ചർ എന്ത് ചെയ്യുക, ലോകത്ത് മൊത്തം എത്തിക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഗ്ലോബൽ എൻഗേജ്മെൻറ്റ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യകാലങ്ങളിൽ ഇത് സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ കൾച്ചറൽ റിലേഷൻസ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെട്ടിരുന്നത്. ഇനി ഇതിന് പ്രധാനമായിട്ടും 3 കോമ്പോണൻസ് ആണ് കാണാൻ പറ്റുക. ഒന്നെന്താണ്? ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, FOI ഈസ് ഓർഗനൈസ്ഡ് എബ്രോഡ് ടു പ്രൊമോട്ട് പീപ്പിൾ ടു പീപ്പിൾ കണക്ട് ആൻഡ് ബൈലാറ്ററൽ കൾച്ചറൽ കോണ്ടാക്ട്. അതാണ് എഴുതിയ ഇന്ത്യയുടെ എന്താണ് ഫെസ്റ്റിവൽസ് എന്ത് ചെയ്യുക, എബ്രോഡ് കണ്ടക്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പീപ്പിൾ ടു പീപ്പിൾ എന്താണ് കണക്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് വൺ എന്താണ്? ഗ്രാൻഡ് ഇൻ എയ്ഡ് ടു ഇൻഡോ ഫോറിൻ ഫ്രണ്ട്ഷിപ്പ് കൾച്ചറൽ സൊസൈറ്റിയിൽ സ്കീമാണ്. അതുപോലെ തന്നെ മൂന്നാമത് വരുന്നത് കോൺട്രിബ്യൂഷൻ ഓഫ് ഗ്രാൻഡ് ആണ്. എന്ത് വരുന്നത്, എന്താണ് പറയുന്നത്? ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് മെമ്പർഷിപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ലൈക്ക് ICROM, യുനെസ്കോ, വേൾഡ് ഹെറിറ്റേജ് ഫണ്ട് അങ്ങനെ തുടങ്ങിയവയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ഗ്രാൻറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മീറ്റിങ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ത്യ പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് എന്ത്? ഡിജിറ്റൽ ഭാരത് നിധി. ഓക്കെ, എന്താണ് ഈ ഡിജിറ്റൽ ഭാരത് നിധി? എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻസ് പ്രൊവൈഡഡ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഡിജിറ്റൽ ഭാരത് നിധി ടു എ ക്വസ്റ്റ്യൻ ഇൻ രാജ്യസഭ. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ന്യൂസിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്താണ് ഈ ഡിജിറ്റൽ ഭാരത് നിധി? ആദ്യകാലങ്ങളിൽ ഇത് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് USOF എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, അണ്ടർ ദ ഇന്ത്യൻ ടെലിഗ്രാഫ് അമെൻമെൻറ്റ് ആക്ട് 2003 അണ്ടറിലാണ് ഇത് വരുന്നത്. കൂടാതെ എന്താണ്, ആസ് പെർ ഇന്ത്യാസ് കമ്മിറ്റ്മെൻറ്റ് അണ്ടർ ദ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഇതിൻ്റെ മാൻഡേറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, സപ്പോർട്ട് യൂണിവേഴ്സൽ സർവീസ് ത്രൂ പ്രൊമോട്ടിംഗ് ആക്സസ് ആൻഡ് ഡെലിവറി ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ഇൻ അണ്ടർസേർവ്ഡ് റൂറൽ റിമോട്ട് ആൻഡ് അർബൻ ഏരിയാസ് എന്നുള്ളതാണ്. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്, ഇറ്റ് ഈസ് ആൻ അറ്റാച്ച്ഡ് ഓഫീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ DOT, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഇനി ഹെഡ് ചെയ്യുന്ന ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഹെഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് വണ്ണാണ് ഇത് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് ഓൺ റിലീജിയസ് കൺവേർഷൻ. എന്താണ് ന്യൂസ്? ദ അപ്പെക്സ് കോർട്ട് ഹാസ് സെഡ് റിലീജിയസ് കൺവേർഷൻസ് അണ്ടർടേക്കൺ solely to avail reservation benefits without genuine belief amount a fraud on the constitution എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം? സുപ്രീം കോർട്ട് നിലവിൽ എന്താ പറയുന്നത്? Selvarajee versus Special Secretary observed that every citizen has right to practice and profess a religion of their choice as granted under Article 25 of the Constitution. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 25 പ്രകാരം ഏതൊരു വ്യക്തിക്കും എന്താണ്, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഏതൊരു മതത്തിൻ്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ ഏതൊരു മതത്തിലേക്ക് മാറാനോ എന്താണ് പൂർണ്ണമായും എന്താണ് അവകാശമുണ്ട് എന്ന് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ആൻഡ് എന്താണ് പറയുന്നത്? ഫർദർ, ഇഫ് ദ പർപ്പസ് ഓഫ് കൺവേർഷൻ
is largely to derive the benefits of reservation but not within any actual belief or other religion. Same cannot be permitted. പക്ഷേ എന്താണ്, ഈ ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി, റിസർവേഷൻ ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ മാറുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ സാധിക്കില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷനോട്, ഇന്ത്യൻ ഭരണഘടനയോട് ചെയ്യുന്ന ഒരു ഫ്രോഡാണ് എന്നാണ് ആര് പറയുന്നത്, നിലവിൽ സുപ്രീം കോർട്ട് പറയുന്നതായിട്ട് കാണാൻ പറ്റുക. ദ കോർട്ട് ഏർലിയർ ഇൻ മുഹമ്മദ് സാദിഖു വേഴ്സസ് ദർബർഗ സിംഗ് ഗുരു അപ്ഹെൽഡ് ദാറ്റ് എ പേഴ്സൺ ക്യാൻ ചേഞ്ച് ഹിസ് റിലീജിയൻ ആൻഡ് ഫെയ്ത്ത് ബട്ട് നോട്ട് ദ കാസ്റ്റ് ടു വിച്ച് ഹി ബിലോങ്ങിങ്സ് ടു ആസ് എ കാസ്റ്റ് ഹാസ് ലിങ്ക്ഡ് ടു ബർത്ത് എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഏകലവ്യ പ്ലാറ്റ്ഫോം. എന്താണ് ഈ ഏകലവ്യ പ്ലാറ്റ്ഫോം, എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ്? ഇന്ത്യൻ ആർമി ലോഞ്ചസ് ഏകലവ്യ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ഓഫീസേഴ്സ് ട്രെയിനിങ് ഇൻ ലൈൻ വിത്ത് ദ തീം ഫോർ 2024 ഇയർ ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ. അപ്പോൾ പലപ്പോഴും ചോദിക്കാം, ഈ ഏകലവ്യ പ്ലാറ്റ്ഫോമിൻ്റെ നിലവിലെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇയർ ഓഫ് ടെക്നോളജി അബ്സോർപ്ഷനാണ് എന്ത് ഇതിൻ്റെ തീമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകലവ്യ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നോക്കാം. എന്താണ് പറയുന്നത്? ഡെവലപ്ഡ് അണ്ടർ ദ ഏജീസ് ഓഫ് ഹെഡ് ക്വാർട്ടേഴ്സ് ആർമി ട്രെയിനിങ് കമാൻഡ് വിത്ത് ആർമി വാർ കോളേജ് ആണ്. ഓക്കെ, ആർമി ട്രെയിനിങ് കമാൻഡും ആർമി വാർ കോളേജ് സ്പോൺസേർഡ് ഏജൻസി ആയിട്ടാണ് ഇത് നിർമ്മിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഡെവലപ്ഡ് ത്രൂ ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ് ഗാന്ധിനഗർ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഇൻഫോർമേഷൻ സിസ്റ്റമാണ്. ബെനിഫിറ്റ് എന്താണ്? മോഡേണൈസ് പ്രൊഫഷണൽ മിലിറ്ററി ട്രെയിനിങ് ഓഫറിംഗ് ഫ്ലെക്സിബിൾ ആൻഡ് സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ ദാറ്റ് ഡീകണ്ടസ്റ്റ് ട്രഡീഷണൽ കോഴ്സസ് എന്നുള്ളതൊക്കെ ഏതിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് കോർഗ ട്രൈബ്. എന്താണ് പറയുന്നത്? ദ കോർഗ ട്രൈബൽ കമ്മ്യൂണിറ്റി ഇൻ കേരള ഈസ് സെറ്റ് ടു റിസീവ് ലാൻഡ് ടൈറ്റിൽസ് അണ്ടർ ദ ഓപ്പറേഷൻ സ്മൈൽ പ്രൊജക്റ്റ് എന്നുള്ള ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി കോർഗ ട്രൈബിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഹാബിറ്റേറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ പർട്ടിക്കുലർലി വൺറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ഫൗണ്ട് ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് കേരള ആൻഡ് കർണാടക എന്നാണ്. ഇതെന്താണ് പർട്ടിക്കുലർലി വൺറബിൾ ട്രൈബൽ ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. ഐഡൻറ്റിഫൈഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സ് എന്നാണ്. കറൻ്റ്ലി എന്താണ് 75 PVTGs ആണ് നമുക്കിതിൽ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ എന്താണ് അക്കോർഡഡ് ദ സ്റ്റാറ്റസ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് അണ്ടർ ദ പ്രസിഡൻഷ്യൽ ഓർഡർ 1956 ആണ്. ഇനി ഇവരുടെ ട്രഡീഷണൽ ഒക്യുപ്പേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബാസ്ക്കറ്റ് മേക്കിംഗ് ആണ്. ആൻഡ് ഇവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? സ്പീക്കിംഗ് തുളു ലാംഗ്വേജ്, ബട്ട് ദേ ഹാവ് ദെയർ ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ് എന്നുള്ളതാണ്. ഇനി ഇവരുമായി ബന്ധപ്പെട്ടാണ് ഇത് ഓപ്പറേഷൻ സ്മൈൽ എന്താണ് പറയുന്നത്? ഇറ്റ് ഹാസ് ബീൻ launched by the Kerala government with the aim to rehabilitate, support homeless people എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം, ഈ ഓപ്പറേഷൻ സ്മൈലിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് നടത്തിയ ഓപ്പറേഷൻസിൽ ഒന്നാണ് ഇത് ഓപ്പറേഷൻ സ്മൈൽ എന്നുള്ള പേരിൽ എന്താണ് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് ജാർവ ട്രൈബ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ജാർവ ട്രൈബ് ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡ് ഹാസ് ബീൻ എൻറോൾഡ് ഇൻ ഇലക്ടോറൽ റോൾ ഫോർ ഫസ്റ്റ് ടൈം. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ജാർവ ട്രൈബ് എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം. ഇനി ജാർവ ട്രൈബിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ദ ജാർവ ട്രൈബ്സ് വിത്ത് ആൻ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ ഓഫ് 341 ഇൻഹാബിറ്റ് ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് സൗത്ത് മിഡിൽ ആൻഡമാൻ ഐലൻഡ്. ഏകദേശം വളരെ കുറഞ്ഞ പോപ്പുലേഷൻ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവരുടെ ഒക്യുപ്പേഷൻ എന്താണ്? ദേ ലീഡ് ദെയർ നോർമൽ ലൈഫ് ഓഫ് ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ആണ്. ആൻഡ് ദിസ് കമ്മ്യൂണിറ്റി ഈസ് വൺ ഓഫ് ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡ് ആണ്. ആൻഡ് അതേഴ്സ് ഗ്രേറ്റ് ആൻഡമാൻസ് ആൻഡ് ഓങ് സെൻറ്റൻലെസ് ആൻഡ് സ്മോഫോൺ എന്നുള്ളതൊക്കെ എന്താണ് ഈ സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇവരുടെ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള എന്താണ് ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് K4 മിസൈൽ. എന്താണ് K4 മിസൈൽ ന്യൂസിൽ വരാൻ കാരണം? ഇന്ത്യാസ് ടെസ്റ്റ് K4 ന്യൂക്ലിയർ ക്യാപ്പബിൾ ബാലിസ്റ്റിക് മിസൈൽ ഫ്രം ന്യൂക്ലിയർ സബ്മറൈൻ INS അരിഗട്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്
K4 മിസൈൽ എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്താണ് K4 ന്യൂക്ലിയർ ക്യാപ്പബിൾ ബാലിസ്റ്റിക് മിസൈൽ എന്താണ്, ഇതിൻ്റെ ടൈപ്പ് എന്താണ്, ഒരു ന്യൂക്ലിയർ ക്യാപ്പബിൾ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ്. ആൻഡ് ഡെസിഗ്നേറ്റഡ് ടു ബി ലോഞ്ച്ഡ് ഫ്രം അണ്ടർ വാട്ടർ പ്ലാറ്റ്ഫോമാണ്. ഡെവലപ്പ് ചെയ്യുന്ന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO ആണ്. റേഞ്ച് ഏകദേശം എത്രയാണ്, 3500 കിലോമീറ്ററാണ് കാണാൻ പറ്റുക. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യ ബിക്കെയിം പാർട്ട് ഓഫ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് നാഷൻസ് ഹാവിങ് ന്യൂക്ലിയർ ട്രൈഡ് കപ്പാസിറ്റി എന്നുള്ളതാണ്. ആൻഡ് ന്യൂക്ലിയർ ട്രൈഡ് മീൻസ് ഹാവിങ് ദ കപ്പാസിറ്റി ഓഫ് എ ന്യൂക്ലിയർ സ്ട്രൈക്ക് ഫ്രം ലാൻഡ്, എയർ ആൻഡ് നേവൽ ആൻഡ് സി ആണ്. ദാറ്റ് മീൻസ് സി ആണ്. ആൻഡ് INS അരികെ എന്താണ്, ഇന്ത്യാസ് സെക്കൻഡ് ഷിപ്പ് സബ്മറൈൻ ബാലിസ്റ്റിക് ന്യൂക്ലിയർ ആണ്, അതായത് SSBN ആണ്. ആൻഡ് ഫസ്റ്റ് ബീയിങ് അരികൻ സബ്മറൈൻ ആണ് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്, എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ജ്യോതിറാവ് ഫൂലെ. കാലഘട്ടം എത്രയാണ്, 1827 മുതൽ 1890 വരെയാണ്. ഇനി എന്താണ് പറയുന്നത്, ആൻഡ് 28 നവംബർ മാർക്സ് ദ ഡെത്ത് ആനിവേഴ്സറി ഓഫ് ജ്യോതിറാവ് ഫൂലെ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ജ്യോതിറാവ് ഫൂലെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബർത്ത് എവിടെയാണ്, സത്താര മഹാരാഷ്ട്രയിലാണ്. എന്താണ്, ഹി എലോങ് വിത്ത് ദ സാവിത്രി ബൈ ഫൂലെ വർക്ക്ഡ് ആസ് എ സോഷ്യൽ റിഫോമർ ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൾസ് ലൈക്ക് അൺടച്ചബിലിറ്റി ആൻഡ് പ്രൊമോട്ടിംഗ് വുമൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ആൻഡ് മേജർ കോൺട്രിബ്യൂഷൻസ് ഏതാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് വൈഫ് ഹി സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് സ്കൂൾ ഫോർ ഗേൾസ് ഇൻ 1848 ഇൻ പൂനെ അറ്റ് തൈസാബാദ് ബൈഡൽസ് റെസിഡൻസ് ആണ്. ആൻഡ് ഹി ഫൗണ്ട് സത്യശോധക് സമാജ് 1873 ടു പ്രൊപ്പഗേറ്റ് കാസ്റ്റ് ഈക്വാലിറ്റി ആണ്. ആൻഡ് റിട്ടേൺ വേരിയസ് ബുക്സ് ലൈക്ക് ഗുൽമർഗിണി, ദാറ്റ് മീൻസ് സ്ലേവറി, സർവജനിക്, സത്യധർമ്മ തുടങ്ങിയവയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ്. ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം, ദ ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് ICI ഇൻക്രീസ്ഡ് ബൈ 3.1% ഇൻ ഒക്ടോബർ 2024 കമ്പയർഡ് ടു ഒക്ടോബർ 2023. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 8 കോർ ഇൻഡസ്ട്രീസിൻ്റെ ഇൻഡെക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, 3.1% വർദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 3.1% വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ICI നോക്കുക വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് മെഷേഴ്സ് കമ്പൈൻഡ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് ആണ്. അല്ലേ, ഇന്ത്യയിലെ 8 കോർ ഇൻഡസ്ട്രീസ് എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ നോക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം പെർഫോമൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നോക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇനി ഇന്ത്യയിലെ 8 കോർ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രൊഡക്റ്റ്, ഫെർട്ടിലൈസേഴ്സ്, സ്റ്റീൽ, സിമൻറ്റ്, ഇലക്ട്രിസിറ്റി തുടങ്ങിയവയൊക്കെയാണ് ഇത് ഇന്ത്യയിലെ 8 കോർ ഇൻഡസ്ട്രീസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ദ 8 കോർ ഇൻഡസ്ട്രീസ് കംപ്രൈസസ് 40.27% ഓഫ് ദ വെയ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ആൻഡ് ദ ഓഫീസ് ഓഫ് എക്കോണമിക് അഡ്വൈസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ് DPIIT is റെസ്പോൺസിബിൾ ഫോർ കമ്പൈലിംഗ് ആൻഡ് റിലീസിംഗ് മന്ത്ലി ICI എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ആക്സിയോം മിഷൻ ഫോർ AX ഫോർ എന്താണ്, ദ ഇന്ത്യൻ ആസ്ട്രോണറ്റ് ഹു ഹാവ് ബീൻ സെലക്ടഡ് ഫോർ ദ അപ്കമിംഗ് ആക്സിയോം 4 മിഷൻ ടു ദ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ IIS have complete the initial phase of training. Okay, ഇനി ആക്സിയോ മിഷൻ എന്താണ്, AX4 is the 4th private astronaut mission to international space station ആണ്. And it will launch the orbiting laboratory on a Dragon spacecraft about SpaceX and Falcon 9 rocket ആണ്. And Axiom mission is jointly coordinated by the NASA and private US company Axiom Space ആണ്. AX1 was the first all private mission launched in 2022 എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് സ്കേഴ്സസ് ഡിക്ലറേഷൻ എന്താണ് പറയുന്നത്, ദ 10th ഗ്ലോബൽ ഫോറം ഓഫ്
United Nations Alliance of Civil Aviation UNAOC adopted Cassius Declaration in Portugal. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നത്. എന്താണ് UNAOC എന്നത് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 2005. 2005 ഇത് തുടങ്ങുന്നത്. എന്താണ് യുണൈറ്റഡ് നാഷൻസ് അലയൻസ് ഓഫ് സിവിലിയൻസ് ഗ്ലോബൽ ഫോറം ആണ്. ആൻഡ് ടു സെർവ് ആസ് ദ സോഫ്റ്റ് പവർ പൊളിറ്റിക്കൽ ടൂൾ ഓഫ് UN സെക്രട്ടറി ജനറൽ, കോൺഫ്ലിക്റ്റ് പ്രിവെൻഷൻ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനുള്ള എന്താണ് ഒരു സോഫ്റ്റ് പവർ ടൂളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഉപയോഗിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കീ ഹൈലൈറ്റ്സ് എന്താ, ഒബ്ജക്റ്റീവ് എന്താണ്, ടു പ്രൊമോട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ടോളറൻസ് ആൻഡ് പീസ്ഫുൾ എക്സിസ്റ്റൻസ് ആൻഡ് ബിൽഡ് ബ്രിങ്സ് ബിറ്റ്വീൻ കൾച്ചേഴ്സ് ആണ്. ആൻഡ് റിക്കോഗ്നൈസ്ഡ് പൊട്ടൻഷ്യൽ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആസ് എ ടൂൾ to promote intercultural and indigenous dialogue ആണ്. and combat misinformation and hate speech ആണ്. and acknowledge the central role of inclusive, quality, transformative education in promoting dialogue and peace and human rights എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഇത് റാമപ്പ ടെമ്പിൾ. എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം, സെൻട്രൽ അപ്രൂവ്സ് ലോൺസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റാമപ്പ സർക്യൂട്ട് അണ്ടർ ദ SASCI സ്കീം. ഓക്കെ, എന്താണ് ഈ റാമപ്പ ടെമ്പിളിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ആൾസോ നോൺ ആസ് ദ കഗട്ടിയ രുദ്രേശ്വര ടെമ്പിൾ എന്നുള്ള പേരിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, തെലങ്കാനയാണ്. അതുപോലെ തന്നെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലൊന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ മെയിൻ ശിവ ടെമ്പിൾ ഇൻ ദ വാലറ്റ് കോംപ്ലക്സ് ബിൽറ്റ് ഡ്യൂറിങ് ദ കക്കാട്ടിയ പീരീഡ് 1123 and 1323 CE ആണ്, അണ്ടർ റൂളേഴ്സ് ഓഫ് രുദ്രദേവ ആൻഡ് റെച്ചല രുദ്ര. അതുപോലെ തന്നെ ദ ടെമ്പിൾ കൺസ്ട്രക്റ്റഡ് വിത്ത് സാൻഡ് സ്റ്റോൺ ഫീച്ചറിങ് ദ ഡെക്കറേറ്റഡ് ബീംസ് ആൻഡ് പില്ലേഴ്സ് മെയ്ഡ് ഓഫ് ദ കേർവ്ഡ് ഗ്രാനൈറ്റ് ആൻഡ് ഡോൾറൈറ്റ് എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ഇറ്റ് ഹാസ് ഡിസ്റ്റിങ്റ്റീവ് പാരഡിയൽ നിയമിന ഹൊറിസോണ്ടലി സ്റ്റെപ്ഡ് ടവർ മെയ്ഡ് ഓഫ് ലൈറ്റ് വെയ്റ്റ് പോറസ് ഫ്ലോട്ടിംഗ് ബ്രിക്സ് വിച്ച് റെഡ്യൂസസ് ദ വെയ്റ്റ് ഓഫ് ദ റൂഫ് എന്നാണ്. ആൻഡ് കക്കാട്ടിയ അഡോപ്റ്റ് ദ ചാലൂക്യൻ സ്റ്റൈൽ ഓഫ് വീസഡ ആർക്കിടെക്ചർ എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ആണ് ഇത് പ്ലേസസ് ഓഫ് വേർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിൻഷൻസ് ആക്ട് 1991. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ്, റീസെൻ്റ്ലി ദ പ്ലേസസ് ഓഫ് വേർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് 1991 വാസ് ന്യൂസ് ഡ്യൂ ടു ദ ഫയലിംഗ് അപ്പീൽ ടു സർവേ സർട്ടൻ റിലീജിയസ് പ്ലേസസ്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂസിൽ വരുന്നത്. ഇനി ഈ നിയമത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഇറ്റ് പ്രൊഹിബിറ്റ്സ് കൺവേർഷൻ ഓഫ് എനി പ്ലേസ് ഓഫ് വർഷിപ്പ് ആൻഡ് ടു പ്രൊവൈഡ് ദ മെയിൻ്റെനൻസ് ഓഫ് ദ റിലീജിയസ് ക്യാരക്ടർ ഓഫ് എനി പ്ലേസ് ഓഫ് വർഷിപ്പ് ആസ് ഇറ്റ് എക്സിസ്റ്റഡ് ഓൺ ദി 15th day of August 1947 എന്നുള്ളതാണ്. ആൻഡ് എക്സംഷൻസ് ഏതൊക്കെയാണ്, എനി പ്ലേസ് ഓഫ് വർഷിപ്പ് referred as to an ancient and historical monument or an archaeological site or remains covered by the Ancient Monuments and Archaeological Site and Remains Act 1958 ആണ്. ആൻഡ് erstwhile അയോധ്യ ലാൻഡ് ഡിസ്പ്യൂട്ട് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് റൂൾ 267. എന്താണ് പറയുന്നത്, ദ രാജ്യസഭ ചെയർമാൻ എക്സ്പ്രസ്ഡ് കൺസേൺ അബൌട്ട് ഫ്രീക്വൻറ്റ് യൂസ് ഓഫ് റൂൾ 267. എന്താണ് ഈ റൂൾ 267 എന്താണ്, പാർട്ട് ഓഫ് റൂൾസ് ഓഫ് പ്രൊസീജിയർ ഓഫ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഭാഗമാണ്. അലൗസ് ഫോർ ദ സസ്പെൻഷൻ ഓഫ് റൂൾസ് ഓൺ ദ ഡേയ്സ് അജണ്ട ടു ഡിബേറ്റ് ആൻഡ് അർജൻറ്റ് മാറ്റർ ദ ചെയർമാൻസ് അപ്രൂവലാണ്. ഓക്കെ, അതായത് ഒരു അർജൻറ്റ് മാറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയർമാൻ എന്ത് ചെയ്യാം, അന്നത്തെ അജണ്ട വേണ്ട എന്ന് വയ്ക്കാനുള്ള അവകാശമാണ് ഏത്, ഈ റൂൾ 267 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർ ദ റൂൾ the Rajya Sabha MPs can give written notice to suspend all listed business and discuss an issues of importance the country is facing. Okay. ഇനി പിന്നെ വരുന്ന ന്യൂസ് എന്താണ്, ബോസ്നിയ ആൻഡ് ഹെർഗോവിന ഇതിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്, സർജാവോ ആണ്. ഓക്കെ, ഇത്തരം സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും അതിൻ്റെ മാപ്പ് നോക്കി വയ്ക്കണം. ഇനി എന്താണ് ന്യൂസിൽ വരാൻ കാരണം, ഇന്ത്യ ബോസ്നിയ ആൻഡ് ഹെർഗോവിന ഹെൽഡ് 4th ഫോറിൻ ഓഫീസ് കൺസൾട്ടൻസ് ഇൻ സർജാവോ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂസിൽ വരുന്നത്. ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലൊക്കേഷൻ എവിടെയാണ്, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ബാൽക്കൻ പെനിൻസുല ഓഫ് യൂറോപ്പ് ആണ്. ആൻഡ് ബോർഡറിംഗ് നേഷൻസ് ഏതൊക്കെയാണ്, ഇറ്റ് ഈസ് ബോർഡേഡ് ഓൺ ദ നോർത്ത്
west and south by Croatia on the east by Serbia on the southeast by Montenegro ആണ്. ആൻഡ് മാരിടൈം ബൗണ്ടറി എന്താണ്? ആൻഡ്രാട്രിക് സീ ഇൻ ദ സൗത്ത് വെസ്റ്റ് ആണ്. ഇനി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? ക്ലൈമറ്റ് എന്താണ്? ടെമ്പറേറ്റ് കണ്ടിനെൻ്റൽ ക്ലൈമറ്റ്, ആൽഫ്ലൈൻ ആൻഡ് മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണ്. ഹയസ്റ്റ് പീക്ക് എന്താണ്? മാൽഗിക് മൗണ്ടെയിൻ ആണ്. മേജർ മൗണ്ടെയിൻ റേഞ്ച് ഏതൊക്കെ? ദിനാറിക് ആൽപ്സ് ആണ്. മേജർ റിവേഴ്സ് ഏതൊക്കെ? സവ റിവർ ആൻഡ് നെർട്ടവ റിവർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് 16 ഏഷ്യ ഓഷ്യാനിക് മെട്രോളജിക്കൽ സാറ്റലൈറ്റ് യൂസേഴ്സ് കോൺഫറൻസ്. ഓക്കെ, എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ഇത് ന്യൂഡൽഹിയിൽ വെച്ച് കണ്ടക്ട് ചെയ്തു. അതാണ് ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള റീസൺ. ഇനി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഹെൽഡ് ആനുവലി സിൻസ് ഇറ്റ്സ് ഫസ്റ്റ് എഡിഷൻ ഇൻ ബീജിംഗ്. ആദ്യത്തെ എഡിഷൻ 2010 എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ബീജിങ്ങിൽ വെച്ച് നടക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുക. ഇറ്റ് ഈസ് എ കീ ഇവൻറ്റ് ഫോർ മെട്രോളജിസ്റ്റ്, എർത്ത് സയൻറ്റിസ്റ്റ്, സാറ്റലൈറ്റ് ഓപ്പറേഷൻ ആൻഡ് സ്റ്റുഡൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹോസ്റ്റഡ് ബൈ ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, IMD മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് ആണ്. ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൊമോട്ട് ഇമ്പോർട്ടൻസ് ഓഫ് സാറ്റലൈറ്റ് ഒബ്സർവേഷൻസ് ആണ്. ആൻഡ് അഡ്വാൻസ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസറിങ് സയൻസ് ആണ്. ഫെസിലിറ്റേറ്റ് ഡയലോഗ് ആൻഡ് കൊളാബറേഷൻ ബിറ്റ്വീൻ സാറ്റലൈറ്റ് ആൻഡ് ഓപ്പറേഷൻസ് ആൻഡ് യൂസേഴ്സ് എന്നുള്ളതിൻ്റെ ഭാഗമാണ്. ഇൻഫോം കമ്മ്യൂണിറ്റി അബൌട്ട് സ്റ്റാറ്റസ് ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ് ടു ഇൻ്റർനാഷണൽ സ്പേസ് പ്രോഗ്രാം എന്നുള്ള ഇതിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഡാറ്റാ ബാങ്ക്. എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് IICA ഓർഗനൈസ്ഡ് ആൻ MOU സൈനിങ് വിത്ത് ആൻ എക്സിക്യൂട്ടീവ് സെർച്ച് ലീഡേഴ്സ് ടു എൻഹാൻസ് ദ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഡാറ്റാ ബാങ്ക് IDDBL. ഇനി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഓക്കെ, ഇത് ഏതിൻ്റെ ഭാഗമാണ്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഫോർ ദ കപ്പാസിറ്റി ബിൽഡിംഗ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്നുള്ളതാണ്. ആൻഡ് എന്താണ്? ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഈസ് ദ മെമ്പർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹു ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പനി ആൻഡ് ഹാസ് നോ മെറ്റീരിയൽ റിലേഷൻഷിപ്പ് വിത്ത് ഇൻ ഇറ്റ്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? allow companies to register and connect with the individuals having the right skills for the independent director roles ആണ്. ആൻഡ് ഡെവലപ്ഡ് അണ്ടർ കമ്പനീസ് ആക്ട് 2013. 2013 കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ള. നെക്സ്റ്റ് വണ്ണാണ് ഹൈ റിസ്ക് ഫുഡ്. എന്താണ്? FSSAI ഹാസ് ക്ലാസിഫൈഡ് പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ ആസ് ഹൈ റിസ്ക് ഫുഡ് കാറ്റഗറി. ഓക്കെ, ഇനി എന്താണ് ഹൈ റിസ്ക് ഫുഡ് കാറ്റഗറി എന്ന് പറയുന്നത്? ഹൈ റിസ്ക് ഫുഡ്സ് ആർ റെഡി ടു ഈറ്റ് ഫുഡ്സ് ദാറ്റ് സപ്പോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജനിക് ബാക്ടീരിയ ദാറ്റ് കുഡ് ബി ഹാംഫുൾ. ആൻഡ് ദീസ് ഇൻക്ലൂഡ് ഡയറി പ്രൊഡക്റ്റ്, മീറ്റ് പ്രൊഡക്റ്റ് ഇൻക്ലൂഡിംഗ് poultry, fish and fish product etc. Food product that come under high risk category are subjected to mandatory risk based inspection. And then all central licensed manufacturers processors are under high risk food categories shall get its business audited by FSSAI, recognized food safety auditing agency, every year. Okay, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ ഹൈ റിസ്ക് ഫുഡ് കാറ്റഗറി എന്നുള്ള പേരിൽ എന്താണ് വിശേഷിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് എക്സൈസ് ഇൻ ന്യൂസ്. എന്താണ്? ദ 13th എഡിഷൻ ഓഫ് ജോയിൻറ്റ് മിലിറ്ററി എക്സൈസ് അഗ്നി വാരിയർ കൺക്ലൂഡഡ് ഇൻ മഹാരാഷ്ട്ര. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ബൈലാറ്ററൽ എക്സൈസ് ആണ്. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യൻ ആർമിയും സിംഗപ്പൂർ ആർമഡ് ഫോഴ്സസുമാണ്. ഒബ്ജക്റ്റീവ് എന്താണ്? ടു മാക്സിമൈസ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡ്രിൽസ് ആൻഡ് procedures to achieve joint is a multilingual forces under the United Nations chapter എന്നുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് എഡിഷൻ ഓഫ് ജോയിൻറ്റ് ടേബിൾ ടോപ്പ് എക്സൈസ് സിൻബാക്സ് ബിറ്റ്വീൻ ഇന്ത്യൻ ആർമി ആൻഡ് കംബോഡിയൻ ആർമി ഹാസ് കമൻസ്ഡ് ഇൻ പൂനെ എന്നുള്ളത് ഇതിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് സൈക്ലോൺ ഫെങ്കൽ. എന്താണ്? IMD ഹാസ് ഇഷ്യൂഡ് റെഡ് ആൻഡ് ഓറഞ്ച് അലേർട്ട് ഫോർ multiple districts in Kerala and Tamil Nadu due to cyclone Fengal residual impact എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ സൈക്ലോണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ട്രോപ്പിക്കൽ സ്റ്റോം ആണ്. സൈക്ലോൺ ഈസ് എ ലാർജ് സ്കെയിൽ സിസ്റ്റം ഓഫ് എയർ ദാറ്റ് റൊട്ടേറ്റ്സ് അറൗണ്ട് സെൻറ്റർ ഓഫ് ദ ലോ പ്രഷർ ഏരിയ എന്നുള്ളതാണ്. NDMA ക്ലാസിഫൈ സൈക്ലോൺ ബ്രോഡ്ലി ഇൻ ടു 2 കാറ്റഗറീസ് ആണ്. ഏതൊക്കെയാണ്? ഒന്ന് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ്, ഒക്കെ ഔട്ട്സൈഡ് ട്രോപ്പിക് ആണ്.
പിന്നെ വരുന്ന ഏതാണ്? ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ്. എന്താണ്? ഡെവലപ്പിംഗ് റീജിയൻസ് ബിറ്റ്വീൻ ദ ട്രോപ്പിക്സ് ഓഫ് കാപ്രിക്കോൺ ആൻഡ് ക്യാൻസർ. ദേ ആർ മോസ്റ്റ് ഡിവാസ്റ്റേറ്റിംഗ് സ്ട്രോംസ് ഓൺ എർത്ത് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഗ്ലോബൽ വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ്. എന്താണ് പറയുന്നത്? ഗവൺമെൻറ് ഹാസ് അപ്രൂവ്ഡ് 9 ഗ്ലോബൽ OSC ഫോർ ഇന്ത്യൻ വുമൺ ഇൻ ഡിസ്ട്രസ് ആണ്. എന്താണ് ഗ്ലോബൽ OSC എന്ന് പറയുന്നത്? ടു പ്രൊവൈഡ് കോംപ്രഹെൻസീവ് അസിസ്റ്റൻസ് ടു വുമൺ ആൻഡ് വൾണറബിൾ സിറ്റുവേഷൻസ് അഡ്രസ്സിംഗ് ദയർ ഇമ്മീഡിയറ്റ് നീഡ്സ് ആൻഡ് ഓഫറിംഗ് ക്രിട്ടിക്കൽ സപ്പോർട്ടാണ്. അതുപോലെ പറയുന്നത് ദേ ഇൻക്ലൂഡ് 7 OSCs വിത്ത് പ്രൊവിഷൻ ഓഫ് ഷെൽട്ടർ ഹോംസ് ഇൻ ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, UAE, സൗദി അറേബ്യ, ജിദ ആൻഡ് റിയാദ് ആണ്. ആൻഡ് 2 OSCs ആർ വിത്തൗട്ട് ഷെൽട്ടർ ഹോം, ടൊറൻഡോ ആൻഡ് സിംഗപ്പൂരാണ്. And Indian Community Welfare Fund ICWF will play a vital role in extending welfare measures to distressed Indian nationals, particularly women. And ICWF set up in 2009 stands extended to all Indian missions and posts abroad എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ 2024. എന്താണ് ന്യൂസ്? A new global report on infection prevention control IPC by the World Health Organization shows there has been slow progress in the addressing critical gaps to prevent healthcare associated infections എന്നുള്ള ഇതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ key findings എന്താണ്? 71% of countries now have an active IPC program. Just 6% met all the WHO IPC minimum റിക്വയർമെൻറ്റ്സ് ഇൻ 2023-24 ആണ്. അതുപോലെ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ചലഞ്ചസ് എന്തൊക്കെയാണ്? നിയർലി എ ക്വാർട്ടർ ഓഫ് കൺട്രീസ് റിപ്പോർട്ടഡ് ടു ഷോർട്ടേജ് ഇൻ ദയർ സപ്ലൈ ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഇൻ 2023 ആണ്. ആൻഡ് ഗ്ലോബലി എന്താണ്? അക്കോർഡിംഗ് ടു ദ ഓർഗനൈസേഷൻ ഫോർ എക്കോണമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് OECD ആൻഡ് WHO, നിയർലി 3.5 million people can lose their lives due to the HAI every year to 2015 എന്നുള്ളതും ഇതിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് സ്പോഞ്ച് സിറ്റി. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? ദ എമേർജിംഗ് കൺസെപ്റ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് സ്പോഞ്ച് സിറ്റീസ് ഈസ് എൻ എഫക്റ്റീവ് അപ്രോച്ച് ടു സോൾവിങ് അർബൻ ഫ്ലഡ്സ് ആണ്. എന്താണ്? എ സ്പോഞ്ച് സിറ്റി റെഫേഴ്സ് ടു സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡിങ് ഫ്ലഡ് കൺട്രോൾ. അതിനെ വിളിക്കുന്ന ആൻഡ് വാട്ടർ കൺസർവേഷൻ, വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് നാച്ചുറൽ ഇക്കോസിസ്റ്റം പ്രൊട്ടക്ഷൻ ആണ്. ബെനിഫിറ്റ് എന്തൊക്കെയാണ്? Sponge cities increases air humidity, regulate urban microclimate and reduce public health risk. And sponge cities around the world എവിടേക്കാണ്? Tirana in Albania, creating a rainforest to clean the air. Berlin used the green roofs and vertical gardens എന്നൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ഒന്നാണ് ഇത് നൈജീരിയ. ക്യാപിറ്റൽ എവിടെയാണ്? അബ്ജയാണ്. 54 ഡെഡ് ഫോളോയിങ് നോർത്തേൺ നൈജീരിയ റിവർ ബോട്ട് ക്യാപ്സനൈസിങ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂസിൽ വരുന്നത്. ഓക്കെ. ലൊക്കേറ്റഡ് ഓൺ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ആഫ്രിക്കയാണ്. പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് എന്നൊക്കെ നൈജീരിയ ഈസ് ബോർഡേഡ് ബൈ നൈഗർ നോർത്ത്, ചണ്ട് ആൻഡ് കമറോൺ ഈസ്റ്റ് ആൻഡ് ഗൾഫ് ഓഫ് ഗിയാന ഓഫ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ സൗത്ത് ആൻഡ് ബിയാൻ വെസ്റ്റ് ആണ്. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദ മേജർ ഡ്രൈനേജ് ഏരിയാസ് നൈജീരിയ, ദ നൈഗർ ബിനസ് ബേസിൻ, ദ ലേക്ക് ഓഫ് ചാഡ് ബേസിൻ ആൻഡ് ദ ഗൾഫ് ഓഫ് ഗിയാന ബേസിൻ ആണ്. മേജർ റിവേഴ്സ് ഏതൊക്കെയാണ്? ദ നൈഗർ റിവർ, ഇറ്റ് ഈസ് ദ തേർഡ് ലോങ്ങസ്റ്റ് റിവർ ഇൻ ആഫ്രിക്ക ആഫ്റ്റർ ദ നൈൽ ആൻഡ് ദ കോങ്കോ, ആൻഡ് വൺ ഓഫ് ദ ലേക്ക് ഫോംഡ് ഇൻ ദ ബ്ലാക്ക് വാട്ടേഴ്സ് ഓഫ് നൈഗർ, ഇറ്റ് ഈസ് ലേക്ക് ഫംഗ്വൻ, ഇറ്റ് ഈസ് ഡ്രൈ സിൻസ് 1970s എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് സിറിയ. ക്യാപിറ്റൽ എന്താണ്? ഡെമിക്കഷസ് ആണ്. എന്താണ്? റീസെൻ്റ്ലി ഹയാത്ത് താഹിർ അൽ ഷാം, എ റിബൽ മിലിറ്റിക്ക, സീസ്ഡ് അലെപ്പോ, ദ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ഓഫ് സിറിയ എന്നുള്ളതാണ്. ഓക്കെ. ഇനി പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് എന്താ? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് മെഡിറ്ററേനിയൻ സീ ഇൻ ദ സൗത്ത് വെസ്റ്റേൺ ഏഷ്യ. ബൗണ്ടറീസ് ഏതൊക്കെയാണ്? തുർക്കി നോർത്തിൽ, ഇറാഖ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റിൽ, ജോർദാൻ സൗത്തിൽ, ഇസ്രായേൽ ലെബനിയൻ സൗത്ത് വെസ്റ്റിൽ. ഇനി ഇസ്രായേൽ സീസ്ഡ് ഗോളൻ ഹൈലൈറ്റ്സ് ആൻഡ് സിറിയ ഇൻ 1967 6-day വാറിലാണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഏതൊക്കെയാണ്? ഡമാക്കസും അതുപോലെ തന്നെ ഹോംസുമാണ്. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഏതൊക്കെ? ക്ലൈമറ്റ് എന്താണ്? സിറിയ എക്സ്പീരിയൻസ് ലാർജ്ലി മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ആണ്. മൗണ്ടൈൻ റേഞ്ച് ഏതൊക്കെയാണ്? ആൻറ്റി ലെബനിയൻ, സെപ്പറേറ്റ് സിറിയ ആൻഡ് ലെബനിയൻ ആണ്. ആൻഡ് അൽ അൻസിയാണ്. ആൻഡ് ഹയസ്റ്റ് പോയിൻറ്റ് മൗണ്ട് ഹെറണും. മേജർ റിവേഴ്സ് ഏതൊക്കെയാണ്? ഇപ്രേറ്റ്സ്, ടൈഗ്രസ്,
ഓർ നോട്ട്സ് എന്നുള്ളതൊക്കെ ഏതിൻ്റെയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ആഴ്ചത്തെ കറണ്ട് അഫെയർ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.